This video is going to be in Malayalam, so please keep the captions on. Hi, hello, namaskaram. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ദയവായി ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് പറാട്ടയാണ്. ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാവുന്നതും വേണമെങ്കിൽ നമുക്കൊക്കെ ലഞ്ചിന് കൊണ്ടുപോകാവുന്നതും ആയ ഒരു ഡിഷാണ്. ഡിന്നറിനും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ ക്യാരറ്റ് പറാട്ട ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാനിവിടെ എൻ്റെ കയ്യിൽ കുറച്ച് സ്പ്രിംഗ് അണിയൻ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ സ്പ്രിംഗ് അണിയനാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് അണിയൻ ഇല്ലെങ്കിൽ സാധാരണ സവാള ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് നെയ്യോ എണ്ണയോ പറാട്ട ഉണ്ടാക്കാനുള്ളത് വേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് പൊടിയിൽ ഞാൻ ഉപ്പ് ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ്, സവാള അരിഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ കേസിൽ സ്പ്രിംഗ് അണിയൻ, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് അല്ലെങ്കിൽ പറാട്ട മാവ് പോലെ കുഴച്ചെടുക്കുക. നല്ലപോലെ സോഫ്റ്റ് ആയ ഒരു ഡോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. പറാഠ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് റെസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ കുറച്ച് ആട്ട സ്ലാബിൽ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ ഉരുള എടുത്തിട്ട് നമുക്കിത് പരത്തി തുടങ്ങാം. ഇതേപോലെ ബാക്കിയുള്ള പറാട്ടകൾ നമുക്ക് പരത്തിയെടുക്കാം. ഒരു തവ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് പറാട്ട ഇതിലേക്കിടാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ഇത് മറിച്ചിട്ട് നോക്കാം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ മറിച്ചിട്ടിട്ട് അടുത്ത സൈഡ് കുക്ക് ചെയ്തെടുക്കുക. രണ്ട് സൈഡും കുക്കാവുമ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ക്യാരറ്റ് പറാട്ട റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പറാട്ടയാണിത്. ഇത് നിങ്ങൾക്ക് റൈത്തയും പിക്കിളുടെയും കൂടെ സെർവ് ചെയ്യാം.
അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.